കണ്ടു ഞാൻ തിന്നൽ ചിറകുകളിൽ കളമുളം പാട്ടുണ്ട് കേട്ടു ഞാൻ മുന്നാലേ നീയില്ലേ പിന്നാലെ ഞാനല്ലേ സ്നേഹിതാ എൻ സ്നേഹിതാ. മുകിലിന്റെ മറവുകളിൽ പകലവനഴകുണ്ട് കണ്ടു ഞാൻ കേട്ടു ഞാൻ സ്നേഹിതാ മുന്നാലേ നീയില്ലേ പിന്നാലെ സ്നേഹിതാ എൻ സ്നേഹിതാ. വളരെ സന്തോഷമുണ്ട്. ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസരത്തിൽ എത്തിച്ചേരാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. അതോടൊപ്പം തന്നെ ആത്മ ഫൗണ്ടേഷൻ ചാരിറ്റബിൾ ട്രസ്റ്റ് അതിൻ്റെ ചെയർപേഴ്സൺ കൂടിയാണ് സീതാലക്ഷ്മി കുനിശ്ശേരി. അപ്പോൾ അവരുടെ ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് SSLC +2 എന്നീ ഉന്നതതല വിജയം നേടിയ കുറച്ച് കുട്ടികളെ ആദരിക്കുന്ന ഒരു സ്നേഹാദരവ് കൂടി ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇന്നത്തെ ഈ ചടങ്ങിനോടൊപ്പം. അപ്പോൾ എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഈ പ്രോഗ്രാം ഒരു പ്രാർത്ഥനയോടുകൂടി തന്നെ ഈശ്വര പ്രാർത്ഥനയോടുകൂടി തന്നെ ആരംഭിക്കാം. വർണ്ണമേകിയും നമ്മിൽ വാഴുമാതിനാമം ഇന്നു വാഴ്ത്തിടാം ഹൃദയരാഗതന്ത്രി മീട്ടി.
ബഹുമാനപ്പെട്ട അതുപോലെ പ്രിയപ്പെട്ട നമ്മുടെ ആരാധന സർക്കിൾ ഇൻസ്പെക്ടർ
എൻ്റെ വിനീതമായ നമസ്കാരം. ഞാൻ 2003 ഞാൻ പോലീസ് സർവീസിൽ കയറുന്നത്. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പരിപാടി പങ്കെടുക്കാൻ അവസരം കിട്ടിയത്. എന്തായാലും എനിക്ക് ഏറെ സന്തോഷമുണ്ട്. കാരണം ഇന്ന് സീതാലക്ഷ്മിയുടെ 2 പ്രോഗ്രാമുകളാണ് പറഞ്ഞത്. വിവാഹത്തിൻ്റെ 15ാം വാർഷികമാണ്, അതേപോലെ കവിതാ സമാഹാരത്തിൻ്റെ പ്രകാശനമാണ്. അതിൽ സീതാലക്ഷ്മി പറഞ്ഞൊരു കാര്യം ദാമ്പത്യ ജീവിതത്തിൻ്റെ കാര്യമാണ് അടിസ്ഥാനമായിട്ട് പറഞ്ഞത്. ഈ അവസരത്തിൽ പ്രത്യേകിച്ച് ഇന്നത്തെ ഈ സാമൂഹ്യ സാഹചര്യത്തിൽ നമുക്കറിയാം, കേരളത്തിൽ നിന്ന് ഏറ്റവും അധികം ഞങ്ങൾ അനുഭവിക്കുന്ന ഒരു കാര്യം, ഞങ്ങളുടെ മുന്നിൽ വരുന്ന പരാതികളൊക്കെ തന്നെ ഇപ്പോൾ ഭൂരിഭാഗവും ചെറുപ്പക്കാരായ നമ്മുടെ യുവതി യുവാക്കൾ വിവാഹം കഴിഞ്ഞ് മാക്സിമം പോയി കഴിഞ്ഞാൽ 2-3 മാസം കഴിയുമ്പോഴേക്കും പരാതിയായിട്ട് പോലീസ് സ്റ്റേഷനിൽ എത്തുകയാണ്. ഇത് ഇപ്പോഴാണ്, കഴിഞ്ഞ ഒരു 3-4 വർഷമായിട്ട് കാണുന്ന ഒരു കാര്യമാണ്. ഇതിൻ്റെ ഏറ്റവും എന്താണ് അതിന് കാരണമെന്ന് ചോദിച്ചാൽ അത് പരസ്പരമുള്ള അണ്ടർസ്റ്റാൻഡിങ്, മനസ്സിലാക്കൽ, അത് ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു കാര്യം. ഈ ഒരു സാഹചര്യത്തിൽ ഇന്ന് 15ാം വിവാഹ വാർഷികം ആഘോഷിക്കുന്ന സീതാലക്ഷ്മിക്കും അതുപോലെ ശിവനും നമുക്കെല്ലാവർക്കും ആത്മാർത്ഥമായി മനസ്സിന് തൊട്ടുകൊണ്ട് അവർക്കുള്ള എല്ലാവിധ ആശംസകളും അനുഗ്രഹങ്ങളും ഈശ്വരൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അതുപോലെ ശിവാനി എനിക്കറിയാം, നല്ല ഒരു കലാകാരിയാണ്. അതേപോലെ തന്നെ ഒരുപാട് വളർന്നു വരുന്ന ഒരു നല്ലൊരു കലാകാരിയാണ്. അപ്പോൾ ശിവാനിക്കും ഏറ്റവും നല്ല ദിവസങ്ങളാകട്ടെ, നല്ല വർഷങ്ങളാകട്ടെ എന്ന് ആശംസിക്കുന്നു. അതുപോലെ ഈ ഒരു ചടങ്ങ് സീതാലക്ഷ്മിയുടെയും ശിവൻ്റെയും ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ദിവസമാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആ വിവാഹത്തിന് 15 വർഷം മുമ്പ് വിവാഹത്തിനെത്തിയ ആളുകൾ, അതിലുള്ള ഒട്ടുമിക്ക ആളുകളും ഇവിടെ ഉണ്ടാകും. അതുപോലെ സീതാലക്ഷ്മിയുടെ അമ്മയുണ്ട്, കുടുംബമുണ്ട്, മറ്റുള്ള ബന്ധുക്കളൊക്കെ തന്നെയുണ്ട്. ആ ഒരു സംഭവത്തിന് ശേഷം ഇത്രമാത്രം ആളുകൾ ഒന്നിച്ചിരിക്കുക, കാണുക എന്ന് പറയുന്നത് തന്നെ ഏറ്റവും സന്തോഷകരമായ ദിവസം തന്നെയാണ്. ഈ ഒരു ധന്യമുഹൂർത്തത്തിൽ വളരെ സന്തോഷമുള്ള ഈ ദിവസത്തിൽ ഇങ്ങനെ ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ എനിക്ക് അവസരം കിട്ടിയതിന് ഞാൻ സീതാലക്ഷ്മിയോടും ശിവനോടും കുടുംബത്തോടും എല്ലാവർക്കും ആത്മാർത്ഥമായി നന്ദി അറിയിക്കുന്നു. അതുപോലെ ഈ ഒരു പ്രകാശന ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ വേറെ സന്തോഷം. ഒരുപാട് നല്ല ബുക്കുകളും അതുപോലെ തന്നെ മറ്റ് കലാപ്രവർത്തനങ്ങളും നടക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. സംസാരിക്കുവാനുമായി ശ്രീ കുന്നിൽ വിജയ മാഷിനെ ഞാൻ ക്ഷണിക്കുന്നു. ബഹുമാനിയെ അധ്യക്ഷൻ്റെ പദവി അലങ്കരിക്കുന്ന ഔദ്യോഗികമായിട്ടല്ലെങ്കിൽ കൂടി അതിന് ഇംഗ്ലീഷിൽ പുതിയ വാക്കുകളൊക്കെ ഒപ്പിട്ടുണ്ട്. അത് വിവാഹോടുണ്ടാക്കുകയാണ്. ശിവാനി സംസ്ഥാന തലത്തിൽ 3-4 അവാർഡുകൾ കരസ്ഥമാക്കിയ ശിവാനി ചടങ്ങിൻ്റെ അവിഭാജ്യ ഭാഗമായതിന് പ്രത്യേക സന്തോഷമുണ്ട്. അച്ഛൻ്റെയും അമ്മയുടെയും മകൻ എന്നുള്ള നിലയ്ക്കല്ല, അങ്ങനെയല്ല, അതിനപ്പുറത്തുള്ളൊരു വ്യക്തിത്വമായിട്ടാണ് ഞാൻ ശിവാനിയെ കാണുന്നത്. സാരംഭ സൂചിപ്പിച്ചതുപോലെ 2 ചടങ്ങുകൾ ഒരുമിച്ച് നടത്താൻ ഈ സന്ദർഭത്തിൽ സാഹിത്യപരമായിട്ടുള്ളൊരു സംസാരത്തിനുള്ള അവസരമല്ല എന്ന് എനിക്ക് നന്നായിട്ടറിയാം. എങ്കിൽ കൂടി ആദ്യമേ തന്നെ അവരുടെ ദാമ്പത്യ ജീവിതത്തിന് എല്ലാവിധ ആശംസകളും അവരുടെ ഭാവി ജീവിതത്തിന് ദീർഘായുസ്സുമൊക്കെ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയല്ല, പ്രാർത്ഥിക്കുകയാണ്. ആശ്വാസമൊന്നും വലിയ വിശ്വാസം ഒരു കാര്യമുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളല്ല ഞാൻ. സീതാലക്ഷ്മിയുടെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് സാധാരണ ചടങ്ങുകൾ പങ്കെടുക്കുന്നതിനേക്കാൾ കവിഞ്ഞ ഒരു സന്തോഷമുണ്ട്. കാരണം ഈ അസുഖം വളരെ ചെറിയ കാലഘട്ടം മുതലേ സീതാലക്ഷ്മിക്കുണ്ടായിരുന്നു. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് മുതൽ ഈ അസുഖമുണ്ട്, സാഹിത്യത്തിൻ്റെ അസ്വസ്ഥതയുണ്ട്. അത് കുറേ കഴിഞ്ഞപ്പോൾ പുഷ്കരമായി
വിടർന്ന് വികസിച്ച് ഒരു പുസ്തക പ്രകാശനത്തിൻ്റെ അവസ്ഥയിലേക്ക് എത്തിയ ആ ചടങ്ങിലും പങ്കെടുക്കാൻ എനിക്ക് ഭാഗ്യമുണ്ടായി. അത് ഓർമ്മിക്കുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അന്ന് ശരത്തൊക്കെ ആയിരുന്നു അല്ലേ? അതെ, ആപ്പിൾ ബുക്സിൻ്റെ ശരത്തൊക്കെയാണ് പങ്കെടുത്തത്. ഈ രണ്ട് ചടങ്ങും എന്നെ കൂടി ഓർമ്മിച്ചുള്ള സന്തോഷം പങ്കുവയ്ക്കുകയാണ്. അതുപോലെ തന്നെ കവിതകളാണ്. ഞാൻ ഈ പുസ്തകം വായിച്ചിട്ടില്ല. ആദ്യത്തെ പുസ്തകം എനിക്ക് വായിക്കാൻ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ചെറിയ ചെറിയ കവിതകളൊക്കെ എനിക്ക് അയച്ചു തരാറുണ്ട്. കുറേ കാലമായിട്ട് ഇപ്പോൾ നമുക്ക് തുടങ്ങിയിരിക്കുകയാണ്. വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ് ഇതിന് കാരണം. അപ്പോൾ ഏതായാലും ശരി, ഈ രണ്ടാമത്തെ ഉദ്യമം ഒറ്റമരം ഒരു മരം മാത്രമായിട്ട് അവശേഷിക്കാതെ നിബിഡമായ ഒരു മരമായിട്ട് മാറുവാൻ എല്ലാവിധ ആശംസകളും നേരത്തെ സൂചിപ്പിച്ചു. ആളുകൾക്ക് ചില തെറ്റിദ്ധാരണകളുണ്ട്. അധ്യാപകരെ ആശംസിക്കാൻ അത് പഠിക്കുമെന്നാണ് എനിക്കറിയില്ല. എങ്കിൽ പോലും അധ്യാപകൻ എന്നുള്ള നിലയ്ക്ക് ശ്രീരാകൃഷ്ണനെ പഠിപ്പിച്ച ആൾക്കുള്ള നിലയ്ക്ക് അധ്യാപകന് ആശീർവദിക്കാൻ എന്തെങ്കിലും കഴിവ് പ്രകൃതി നീതി നൽകിയിട്ടുണ്ടെങ്കിൽ അത് മുഴുവൻ ശ്രീരാകൃഷ്ണയുടെ തലയിൽ രണ്ട് കൈകളും അർപ്പിച്ചുകൊണ്ട് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. ഉണ്ണികൃഷ്ണൻ സാർ, അതുപോലെ തന്നെ നമ്മുടെ ഗുരുവും നാടക സിനിമ ഡയറക്ടറും തേക്കുരിശി സ്കൂളിൽ നിന്നും റിട്ടയർഡായ HM-മായ കുന്നിൽ വിജയൻ സാർ, ഗംഗാധരേട്ടൻ, പ്രഭാകരേട്ടൻ, മറ്റ് സുഹൃത്തുക്കൾ, നിങ്ങളെല്ലാവരുടെ പേരിൽ ഞാൻ ഇവിടെ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഈ പ്രകാശന കർമ്മം നിർവഹിച്ചതിന് നന്ദി രേഖപ്പെടുത്തുന്നു. സാന്നിധ്യത്തിൽ ഇവിടെ ഈ പ്രകാശന കർമ്മം നടക്കുന്നത് ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട്. വിളിച്ചു വന്നതിലും അതിയായ വിഷമത്തോടുകൂടി അദ്ദേഹത്തിൻ്റെ നമ്മളോടുള്ള സ്നേഹവും ഒരു ഗുരുവിൻ്റെ കടമ നിർവഹിക്കുന്നതിനുള്ള അദ്ദേഹത്തിൻ്റെ കാരുണ്യത്തിൻ്റെ പിന്നിലും നമ്രശിരസനായിക്കൊണ്ട് കുന്നിൽ വിജയൻ മാഷ്ക്ക് നന്ദി രേഖപ്പെടുത്തുന്നു. നമ്മുടെ സാംസ്കാരിക രംഗങ്ങളിൽ ചടങ്ങിലും എനിക്ക് പങ്കെടുക്കാൻ സാധിച്ചു. ഈ കുടുംബത്തിനും എന്നോടുള്ള സ്നേഹവും അതുപോലെ തന്നെ നിങ്ങളുടെ പ്രത്യേകമായ ജോലികളെല്ലാം മാറ്റിവെച്ച് ഇവരെ ആശംസിക്കാനും ഈ പുസ്തക പ്രകാശനം കാണാനും ഈ പുസ്തകം വായിക്കാനും എൻ്റെ പേരിലും ഈ സാഹിത്യ സമിതിയുടെ പേർക്കും നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. ഇതിൽ ഒരു കവിത ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അത് നിങ്ങളുടെ സമ്മതത്തോടുകൂടി ഞാനത്. മഴയത്തൊരു ബസ് യാത്ര നിങ്ങളുടെ എല്ലാവരുടെയും കോളേജ് ലൈഫിനെ ഓർമ്മിക്കുന്ന തരത്തിലുള്ള ഒരു കവിതയാണ്. അന്ന് കൗമാരത്തിന്റെ പടിവാതിൽ മലർക്കെ തുറന്നപ്പോൾ നേരമില്ലാത്ത നേരത്ത് കിട്ടിയ സ്വപ്നങ്ങളും പെരുക്കി കൂട്ടി കനത്തു പെയ്യുന്ന കർക്കിടപ്പുലരിയിൽ 8 മണിയുടെ കുട്ടൻസിൽ കയർ ചിറ്റൂർ കോളേജിലേക്ക് പോകുന്നത് ഇന്നും ഓർമ്മകളെ കുളിരണിയിക്കുന്ന മൗന നൊമ്പരങ്ങൾ തന്നെയാണ്. പാടവരമ്പിലൂടെ കുടയും ചൂടി ചേരിനെ ചവിട്ടിക്കുഴച്ച് നടന്നു നീങ്ങുമ്പോഴായിരിക്കും പനങ്കാറ്റ് ഇക്കിളിപ്പെടുത്തിക്കൊണ്ട് കുടയെ മേലോട്ട് പറപ്പിക്കുന്നത്. പിന്നെ എങ്ങനെ നനഞ്ഞു കുതിർന്ന് വിറച്ച് പുസ്തക സഞ്ചിയിൽ തൂക്കി പതിയെ ബസ് സ്റ്റോപ്പിലെത്തുമ്പോൾ കൂട്ടുകാരികളെല്ലാം കാത്തു നിൽക്കുന്നുണ്ടാവും. അപ്പോഴും ഞങ്ങളുടെ കുട്ടൻസ് വലിയൊരു ഭാരത്തോടെ ചീറിപ്പാഞ്ഞു വരും. കുടമടക്കി തിരക്കിട്ട് കയറുമ്പോൾ വീണ്ടും മഴ നനഞ്ഞ് ശരീരമാകെ തണുത്തുറയും. ബസ്സിൽ കയറിയാലോ വേലപ്പറമ്പ് പോലെ ആളുകളുടെ തിരക്കും തിക്കുമായിരിക്കും. സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളോട് മറ്റ് യാത്രക്കാർക്കെന്നും ഉച്ച മനോഭാവമായതുകൊണ്ടാവാം ഇടമുണ്ടായിട്ടും ഒന്നിരിക്കുവാൻ പോലും ആരും സമ്മതിക്കുകയില്ല. അതിനിടയിൽ ഞങ്ങളുടെ ഉയരമുള്ള ചെരുപ്പ് കാലിൽ കൊണ്ടുവെന്ന് പറഞ്ഞ് 60 കഴിഞ്ഞ വല്യമ്മമാരുടെ ഒടുക്കത്തെ പ്രാക്കും കേൾക്കണം. പക്ഷേ ഈ ദുരിതങ്ങളെല്ലാം മറികടന്ന് ഇത്തിരി
ആശ്വാസം കിട്ടുക ഡ്രൈവർ ചേട്ടൻ ജോൺസൺ മാഷിന്റെ നല്ല പ്രണയഗാനങ്ങൾ വെച്ചു തരുമ്പോഴായിരിക്കും. ഇതു കേട്ട് പെട്ടെന്ന് പ്രണയം പൊട്ടിവിരിഞ്ഞത് കൊണ്ടാണെന്ന് തോന്നുന്നു. അപ്പുറത്തും ഇപ്പുറത്തുമുള്ള കാമുക ഹൃദയങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളെ ഒളി കണ്ടിട്ട് നോക്കി സായുജ്യമടയുന്നത്. ഇതെല്ലാം കണ്ട് സ്വന്തം ശരീരത്തിൽ തെല്ലഹങ്കരിക്കുവാൻ ഞങ്ങളും തയ്യാറാകുന്നു. പിന്നീടുള്ള യാത്ര മനോഹാരിതയുടെ പൂങ്കാവന കാഴ്ചകളായിരിക്കും. സൗഹൃദങ്ങളെവിടെ കൂട്ടുകൂടി തമാശകൾ ഊതി വീർപ്പിച്ച് പറത്തിവിടും ബസ്. അങ്ങനെ ഞങ്ങളെയും ചുമന്ന് ചുമ്മാ രസിച്ചെങ്ങനെ പോകും. പുറത്തപ്പോഴും മഴയാടി തിമർക്കുന്നുണ്ട്. ഒപ്പം ഈറൻമുടിയിൽ ചൂടിയ ആരെയും വശീകരിക്കുന്ന മല്ലികപ്പൂവിന്റെ ഗന്ധം ബസ്സിൽ മുഴുവൻ പരക്കുന്നുണ്ടായിരിക്കും. അതാസ്വദിച്ചങ്ങനെ മനസ്സും കാണാദൂരങ്ങൾ താണ്ടി പറക്കാൻ ഒരുങ്ങുമ്പോൾ പിന്നിൽ നിന്നും കണ്ടക്ടർ ചേട്ടൻ വിളിച്ചു പറയും കോളേജ് കോളേജ്. ഒരു ഒറ്റ മരമായി ഒരു സ്ത്രീ നിൽക്കുന്ന കാഴ്ച ഈ ഒറ്റ മരം എന്ന പുസ്തകത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. നിങ്ങൾ എല്ലാവരും വായിക്കണം. വായിച്ച അഭിപ്രായങ്ങൾ സീതാലക്ഷ്മി അറിയിക്കണം. ഒരിക്കൽ കൂടി ഇങ്ങനെ ഒരു അവസരം തന്ന നിങ്ങൾക്ക് എല്ലാവർക്കും, കമ്മിറ്റി ഭാരവാഹികൾക്കും, നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ 15ാം വിവാഹ വാർഷികത്തിന്റെ ആശംസകളും ബുക്ക് പ്രസിദ്ധീകരണത്തിന്റെ ആശംസകളും നേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം. ഒത്തിരി നന്ദി സർ. ഇനി ആശംസ പറയുവാനായി റിട്ടയർഡ് ലോക്കോ പൈലറ്റും മലയാള കാവ്യ സാഹിത്യ പാലക്കാട് ജില്ലാ പ്രസിഡന്റും കൂടാതെ ഞങ്ങളുടെ പ്രിയ സുഹൃത്തുമായ ശ്രീ രാജഗോപാലൻ സാറിനെ ഞാൻ ഈ വേദിയിലോട്ട് സന്തോഷപൂർവ്വം ക്ഷണിക്കുന്നു. ഒരുമിച്ചാണ് ഇന്നിവിടെ നടക്കുന്നത്. ഒന്ന് പുസ്തക പ്രകാശനം, മറ്റൊന്ന് വിവാഹ വാർഷികം. ദാമ്പത്യവും എഴുത്തും എന്ന് പറയുന്നത് പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ്. ദാമ്പത്യത്തിന് അറിവ് വേണം, വിശാല മനസ്ഥിതി വേണം, അതുപോലെ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവണം. എഴുത്തെന്ന് പറയുന്നതും അതുപോലെ തന്നെയാണ്. വിശാല മനസ്ഥിതി വേണം, വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവണം, അറിവുണ്ടാവണം. ഇതൊന്നുമില്ലെങ്കിൽ ഈ രണ്ട് കാര്യങ്ങൾ ഒരുപോലെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ആരെ കൊണ്ടും സാധിക്കില്ല. ഈ പുസ്തകത്തിന്റെ പേര് തന്നെ ഒറ്റ മരം എന്നാണ്. സീതാലക്ഷ്മിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് തനിക്ക് വേറിട്ട തന്റെ ശബ്ദം കേൾപ്പിക്കുക എന്നുള്ളതാണ്. അല്ലാതെ ആൾക്കൂട്ടത്തില് കൂടി നിന്നുകൊണ്ട് തന്റെ ശബ്ദം 1000 പേര് പോകുന്നതിനിടയ്ക്ക് ഒരു കൂവലല്ല, 1000 പേര് പോകുന്നതിനിടയ്ക്ക് ഒരു വിസിലടി കേൾപ്പിച്ചുകൊണ്ട് തന്റെ വേറിട്ട ശബ്ദം കേൾപ്പിക്കാനാണ് സീതാലക്ഷ്മി എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതും തുടർന്നുകൊണ്ടിരിക്കുന്നതും. ഒറ്റ മരം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, മരങ്ങൾ നിൽക്കുന്നത് കാട്ടിലാണ്. 1000കണക്കിന് മരങ്ങൾ കാട്ടിൽ കൂട്ടം കൂടി നിൽക്കുമ്പോൾ ആരും ശ്രദ്ധിക്കില്ല. പക്ഷേ ഒരൊറ്റ മരം മാറി നിൽക്കുമ്പോൾ എല്ലാ ആൾക്കാരുടെയും ശ്രദ്ധ അതിനകത്തേക്ക് പതിക്കും. ഓരോ എഴുത്തുകാരന്റെയും ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, ആഗ്രഹം എന്ന് പറയുന്നത്, എന്റെ ശബ്ദം വേറിട്ട് കേൾക്കണം, മറ്റുള്ളവർക്ക് എന്റെ ശബ്ദം വ്യത്യസ്തമായി കേൾക്കണം എന്നുള്ളതാണ് ഓരോ ആൾക്കാരുടെയും ആഗ്രഹം. നിങ്ങൾക്കറിയാം, ലോക പ്രശസ്ത ശാസ്ത്രജ്ഞനായിരുന്നു ആൽബർട്ട് ഐൻസ്റ്റീൻ. ആൽബർട്ട് ഐൻസ്റ്റീൻ ഒരു വയലിനിസ്റ്റും കൂടെ. ആളുകളെ ഒരു 60 പേരെ നിർത്തിക്കൊണ്ടുള്ള ഒരു വയലിൻ പ്രോഗ്രാം നടക്കുമ്പോൾ ആൽബർട്ട് ഒരേ വയലിനാണ് 60 പേരുടെ കൊടുത്തിരിക്കുന്നത്, ഒരേ ഡ്രസ് ഇട്ട് നിൽക്കുകയാണ്. ആ സമയത്ത് ആൽബർട്ട് ഐൻസ്റ്റീന്റെ മനസ്സിൽ ഒരൊറ്റ ചിന്തയുണ്ടായിരുന്നുള്ളൂ, ഈ 59 പേര് കേൾപ്പിക്കുന്ന വയലിന്റെ ശബ്ദത്തിന് മറികടന്നുകൊണ്ട് എങ്ങനെയാണ് തന്റെ ശബ്ദത്തിന് ശ്രോതാക്കളുടെ ചെവിയിലേക്ക് പ്രത്യേകതയോടുകൂടി എത്തിക്കുക എന്നുള്ളത്. അതിനുള്ള ശ്രമമാണ് ഓരോ എഴുത്തുകാരന്റെയും കൈകൊള്ളുന്നത്. ദാമ്പത്യ ജീവിതത്തിനെ പറ്റിയിട്ട് പറയുമ്പോൾ എനിക്കൊരു ചെറിയൊരു കഥ പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ദാമ്പത്യ ജീവിതത്തിന്റെ ഈ പ്രസംഗം ഇവിടെ അവസാനിപ്പിക്കാം. കഥയെന്ന് പറഞ്ഞാൽ ലണ്ടനിൽ നടന്ന ഒരു കഥയാണ്. ഇംഗ്ലണ്ടിൽ നടന്ന ഇതുപോലെ ഒരു വലിയൊരു ചടങ്ങ്, ഒരു കെട്ടുകഥ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ ചടങ്ങില് ഒരുപാട് ആളുകൾ കൂടിയിരിക്കുമ്പോൾ ഒരുപാട് ആൾക്കാരെ അങ്ങോട്ട് ആദരിക്കുന്ന ഒരു ചടങ്ങാണ്. ആ ചടങ്ങിൽ വളരെ പ്രത്യേകതയുള്ള 2 പേരെ ആദരിക്കുന്നുണ്ട്. അത് ദാമ്പത്യത്തിൽ 60 വർഷം പിന്നിട്ട 2 പേരെയാണ്. 60 വർഷം അവർ ദാമ്പത്യത്തിൽ പിന്നിട്ടു. അതിൽ ഒരാളുടെ പേര് ആൻഡ്രൂ എന്നാണ്, അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേര് അറ്റ്ലാന്റ എന്നാണ്. ഇവരെ ആദരിക്കാൻ പോവുകയാണ് ചടങ്ങിൽ. അപ്പൊ പത്രക്കാർക്കെല്ലാം വലിയ അത്ഭുതമായി. 60 വർഷം
കൊണ്ട് ഒരു അഭിപ്രായ ഭിന്നതയും ഇവർ തമ്മിൽ ഉണ്ടായിട്ടില്ല, ഒരു വ്യത്യസ്തതയും ഇവർ തമ്മിൽ ഉണ്ടായിട്ടില്ല. രണ്ടുപേരും ഒരേപോലെ കടന്നു പോകുന്നു. ഇത് എങ്ങനെ സംഭവിച്ചു? 60 കൊല്ലം. അപ്പോ ആദരിക്കാനായിട്ട് സ്റ്റേജിലേക്ക് കടന്നു വന്നപ്പോഴത്തേക്ക് ആൻഡ്രൂവിനോട് ചോദിച്ചു, എങ്ങനെയാണ് താങ്കൾ 60 കൊല്ലം അറ്റ്ലാന്റയുമായിട്ട് ഇത്ര സുഖകരമായ ദാമ്പത്യം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചത്? അപ്പൊ ആൻഡ്രൂ പറഞ്ഞു, അത് ഞങ്ങളുടെ ഹണിമൂൺ സമയത്ത് സംഭവിച്ച ഒരു കാര്യമാണ്. ഹണിമൂൺ പോകുമ്പോൾ അറ്റ്ലാന്റിക് കുതിര സവാരി വലിയ ഇഷ്ടമുള്ള ആളായി കുതിര സവാരി നടത്തുന്നത്. അതിസാഹസികമായ രീതിയിൽ മലകളിലും കുന്നമ്പുറങ്ങളിലും താഴ്വരകളിലും ഒക്കെ കുതിര ഓടിക്കുന്ന ഒരു പ്രത്യേക സ്വഭാവകാരിയാണ് അറ്റ്ലാന്റിക് എന്ന് പറയുന്നത്. അങ്ങനെ ഹണിമൂണിൽ അവർ ഹിൽ ഏരിയയിൽ ചെന്നപ്പോൾ അതിമനോഹരമായ കുറെ കുതിരകൾ നിരന്നിരിക്കുന്നു. അതിനകത്ത് ജാക്ക് എന്ന് പറഞ്ഞൊരു കുതിരയുണ്ട്. ഒരു കറുത്ത കുതിരയാണ്, ബലിഷ്ഠനായ കുതിര. അതുപോലെ തന്നെ വളരെ ക്രൂരമായ ഒരു മനസ്സിലുള്ള ഒരാളെയും അടുപ്പിക്കാതെ തള്ളി താഴെയിടുന്ന ഒരു കുതിരയാണ്. അപ്പൊ അല്ലാതെ പറഞ്ഞു, എനിക്ക് ഈ കുതിരയെ ഓടിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ ആൻഡ്രൂ പറഞ്ഞു, വേണ്ട, അത് പ്രശ്നമാണ്. കുതിരക്കാരൻ പറഞ്ഞു, വേണ്ട, അത് പ്രശ്നമാണ്, ഈ കുതിര ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കുതിരയാണ്. അല്ലാതെ സമ്മതിച്ചില്ല, ഞാൻ ഈ കുതിരയെ തന്നെ ഓടിക്കുന്നു. അല്ലാതെ കുതിരയുടെ പുറത്തേക്ക് ചാടിക്കയറി. പക്ഷെ കുതിര പെട്ടെന്ന് കുടഞ്ഞ് ഈ അല്ലാതെ വിട്ട് താഴെ അല്ലാതെ താഴെ കഴിഞ്ഞപ്പോൾ അല്ലാതെ താഴെ വിട്ട് കഴിഞ്ഞിട്ട് പറഞ്ഞു, കുതിരയുടെ പേര് ജാക്ക് എന്നാണ്, ജാക്ക് ഫസ്റ്റ് ടൈം എന്ന് പറഞ്ഞു. ഉടനെ ആൻഡ്രൂ വീണ്ടും പറഞ്ഞു, നീ ശ്രമിക്കണ്ട, വിട്ടേക്കെന്ന് പറഞ്ഞു. അല്ലാതെ പറഞ്ഞു, ഇല്ല, ഞാൻ ശ്രമിക്കാൻ പോവാണ്. കുറച്ചുകൂടെ ഉയരം അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് മറ്റൊരു സ്ഥലത്ത് നിന്നിട്ട് കുതിരപ്പുറത്തേക്ക് അല്ലാതെ ചാടിക്കാനായിട്ട് ശ്രമിച്ചപ്പോൾ ഈ സമയത്ത് കുതിര തട്ടി താഴെയിട്ട് കഴിഞ്ഞപ്പോൾ പൊടി തട്ടി എണീച്ചിട്ട് അല്ലാതെ പറഞ്ഞു, ജാക്ക് സെക്കൻഡ് ടൈം, വീണ്ട, ഇനി ശ്രമിക്കേണ്ട, ഇതുകൊണ്ട് നിർത്തുന്നു പറഞ്ഞു. ഇല്ല, പറ്റില്ല, ഞാൻ ഇതിനെ ഓടിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാതെ 3ാമത്തെ പ്രാവശ്യവും ഈ കുതിര പുറത്തേക്ക് ചാടിക്കയറി അതിസാഹസികമായ രീതിയിൽ. പക്ഷെ കുതിര പെട്ടെന്ന് താഴോട്ട് കുടിഞ്ഞ് ഉറങ്ങാൻ കൊണ്ട് തട്ടി അല്ലാതെ തെറിപ്പിച്ചിട്ട് അല്ലാതെ പറഞ്ഞു, ജാക്ക് തേർഡ് ടൈം എന്ന് പറഞ്ഞു. 3ാമത്തെ പ്രാവശ്യമായി. വീണ്ടും ഒരു പ്രാവശ്യം കൂടി അല്ലാതെ ശ്രമിച്ചു. കുതിര തട്ടി താഴെ ഇട്ടു. അല്ലാതെ പോക്കറ്റിൽ നിന്ന് റിവോൾവർ എടുത്ത് ഒരട്ടടി കുതിര താഴെ പടന്നു വീണ് മരിച്ചു. ഇത് കണ്ടപ്പോഴേക്ക് ആൻഡ്രൂവിന് ഭയങ്കരമായിട്ടുള്ള കോപം വന്നു. കാരണം നല്ല ബലിഷ്ഠനായ, സുന്ദരനായ, കരുത്തനായ ഒരു കുതിരയെ, ഒരു ചെറുപ്പക്കാരനായിട്ടുള്ള ഒരു കുതിരയെ വെടിവെച്ച് താഴെയിട്ടിരിക്കുന്നു, ഒരു കാര്യവുമില്ലാതെ. ആൻഡ്രൂ അതിഭയങ്കരമായ രോഷം കൊണ്ടുകൊണ്ട് അറ്റ്ലാന്റയുടെ നേരെ ചീറിയെടുത്തപ്പോൾ അറ്റ്ലാന്റ പറഞ്ഞു, ആൻഡ്രൂ ഫസ്റ്റ് ടൈം. അതോടുകൂടി പിന്നെ ജീവിതത്തിൽ ഒരിക്കലും ആൻഡ്രൂ വാദം ഉറങ്ങില്ല. പക്ഷെ അതുപോലെയല്ല ശിവാജിയുടെ സീതയുടെ ശിവന്റെയും എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ആളുകളുണ്ടോ? പക്ഷെ സീതയും ശിവനും തമ്മിലുള്ള ദാമ്പത്യ ബന്ധം എന്ന് പറയുന്നത് പരസ്പരം അറിഞ്ഞും കൊടുത്തും പങ്കിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ചും എല്ലാ രീതിയിലും ഈ 3 പേരും കൂടെ ചേർന്നിട്ട് അതിമനോഹരമായ രീതിയിൽ കൊടുക്കുന്ന ഒരു ഹാർമണിയാണ്, ഒരു സംഗീതമാണ്. അപ്പൊ ഈ പുസ്തകത്തിനും ആ കുടുംബത്തിന്റെ സംഗീതത്തിനും എല്ലാവിധ ഭാവുകങ്ങളും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. സീതാലക്ഷ്മി കുരിശേരിക്കും ശിവനും എല്ലാവിധ മംഗളാശംസകളും നേരുന്നു. ആയുരാരോഗ്യ ഐശ്വര്യത്തോടെ ഇനിയും ഒരുപാട് വിവാഹ വാർഷികങ്ങൾ ആഘോഷിക്കാനാവട്ടെ എന്ന് ആശംസിക്കുന്നു. അതുപോലെ തന്നെ സിധുവിൻ്റെ പുസ്തകം ഒറ്റമല നേരത്തെ സാറ് പറഞ്ഞ പോലെ ഞാൻ വായിച്ചിട്ടില്ല, വായിക്കാൻ പോകുന്നേയുള്ളൂ. പക്ഷേ കുറേ ഗ്രൂപ്പുകളിൽ ഞങ്ങൾ സാഹിത്യമായിട്ട് ഒരുപാട് പരിചയമുണ്ട്. ഞാൻ എന്നെ പരിചയപ്പെടുത്തിയില്ലല്ലോ, സോറി. എൻ്റെ പേര് മിസ്സിസ് ഉഷിത രാജൻ, പാലക്കാടാണ്. ഞാനും സീതാലക്ഷ്മിയെ പോലെ അത്യാവശ്യം കുത്തിക്കുറിക്കുന്ന ഒരാളാണ്. അത് 3 ബുക്കൊക്കെ ഇറക്കിയിട്ടുണ്ട്. ഇതുപോലെ ഗ്രാൻഡായിട്ടൊന്നും ഞാൻ പ്രകാശനം ചെയ്തിട്ടില്ല. അപ്പം എന്തായാലും ഇവിടെ വന്ന് നിങ്ങളെല്ലാവരും പങ്കെടുക്കാൻ കണ്ടപ്പോൾ എനിക്കൊരുപാട് സന്തോഷമായി. ഞാൻ ഒരുപാട് നീട്ടുന്നില്ല. പിന്നെ എന്നെക്കുറിച്ചുള്ളൊരു ശിവാനി പറഞ്ഞു, മിസ്സല്ല, കഴിഞ്ഞ 2023 ആർട്സും മലയാളം മനോരമയും മിസ്സിസ് പാലക്കാടിൻ്റെ ഒരു സൗന്ദര്യ മത്സരം നടത്തിയിരുന്നു. അവിടെ ബെസ്റ്റ് സ്കിൻ അവാർഡ് എനിക്കായിരുന്നു. അതാണ് ശിവാനി പറഞ്ഞത്. എന്തായാലും ഇവിടെ ഇങ്ങനെ ഒരു വേദിയിൽ ഒരു ആശംസ പറയാൻ സാധിച്ചത് ഒരുപാട് സന്തോഷമുണ്ട്. ശിവാനിയുടെ അധ്യാപകനും സുഹൃത്തുക്കളും അവളുടെ
വലിയൊരു ആഗ്രഹമാണ്. അവളുടെ എല്ലാ എഴുത്തുകളും ഈ നാട്ടിൽ നിന്നാണ്, ഈ നാട്ടിലെ ചുറ്റുപാടുകളും സമൂഹമൊക്കെ വെച്ചിട്ടാണ്. അത് കാരണം ഈ നാട്ടിൽ വെച്ചിട്ട് തന്നെ അവൾക്ക് ചെയ്യണം. എനിക്കെല്ലാം എൻ്റെ അയൽവാസികളും എൻ്റെ നാട്ടുകാരും ബന്ധുക്കളുമാണെന്ന് സിധു പറഞ്ഞു. അപ്പോൾ ആ ഒരു ഇതിലാണ് നിങ്ങളെല്ലാവരും ഇവിടെ കൂടിയതിൽ ഒരുപാട് സന്തോഷം. എന്തായാലും പരിപാടിയെല്ലാം അറ്റൻഡ് ചെയ്ത് സിധുവിൻ്റെ ബുക്കെല്ലാം വായിച്ച് അഭിപ്രായങ്ങളെല്ലാം അറിയിക്കണം. എല്ലാവരുടെ ആശംസകളും നേരുന്നു. എല്ലാവർക്കും വേദിയിലും സദസ്സിലുമുള്ള എല്ലാവർക്കും നമസ്കാരം. ഇങ്ങനെ ഒരു പ്രൗഢഗംഭീരമായ ഈ ഒരു വേദിയിൽ ഒറ്റമരം എന്ന പുസ്തകം പ്രകാശനം ചെയ്തിരിക്കുകയാണ്. ഒത്തിരി സന്തോഷം. മാക്രോ ലെവലിൽ നമ്മളെല്ലാവരും ഒരു മരത്തിലാണ്, എന്നാൽ അത് സൂക്ഷ്മമായ തലത്തിൽ കാണുമ്പോൾ നമ്മൾ ഓരോരുത്തരും ഒറ്റമരങ്ങൾ തന്നെയാണ്. ആ ഒറ്റമരം ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ തന്നെയാണ് കരുത്താർജിക്കുന്നത്. അങ്ങനെയുള്ള കരുത്ത് ആർജിച്ചിട്ടുള്ള ഒരാൾ തന്നെയാണ് സീതാലക്ഷ്മി. സീതാലക്ഷ്മിയുടെ എഴുത്തിലും അത്തരം ശക്തി നമുക്ക് കാണാൻ കഴിയും. പുസ്തകത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു. അതോടൊപ്പം തന്നെ സാഹിത്യവും ദാമ്പത്യവും ഒരുമിച്ച് കൊണ്ടുപോകുന്ന ആ ഒരു കാര്യത്തിൽ സീതാലക്ഷ്മി അനുഗ്രഹീതയാണ്. സീതാലക്ഷ്മിക്കും ശശികനും എല്ലാവിധ വിവാഹ മംഗളാശംസകളും വാർഷിക ആഘോഷത്തിന് വേറെ ആശംസകൾ അറിയിച്ചു കൊള്ളുന്നു. നന്ദി, നമസ്കാരം. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങൾക്കും നിറഞ്ഞ സദസ്സിനും ആദ്യമായി നമസ്കാരം. ഞാൻ ഗീതാ അച്യുതൻ, മലയാള കാവ്യസാഹിത്യ ആജീവനാംഗവും പാലക്കാട് ജില്ലാ സമിതി അംഗവുമാണ്. കാവ്യസാഹിത്യത്തിലൂടെയാണ് സീതാലക്ഷ്മിയുമായിട്ടുള്ള എൻ്റെ സൗഹൃദം അല്ലെങ്കിൽ പരിചയം എന്ന് വേണമെങ്കിൽ പറയാം. എന്തായാലും സീതാലക്ഷ്മി ഇങ്ങനെ ഒരു പരിപാടിക്ക് ക്ഷണിച്ചപ്പോൾ എനിക്ക് ആദ്യമായി ഓർമ്മ വന്നത് എൻ്റെ ആദ്യത്തെ പുസ്തക പ്രകാശനത്തിന് ഞാൻ സീതാലക്ഷ്മിയെ ക്ഷണിച്ചിരുന്നു. ഒരു മുന്നാർപ്പിലായിരുന്നു ആള്. അവിടെ മടങ്ങി വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് ആ മടങ്ങി വന്ന അതോടുകൂടി തന്നെ അതേ ഒരു വേഷത്തിൽ തന്നെ എൻ്റെ പരിപാടി ഒഴിവാക്കാതെ അതിൽ പങ്കുകൊണ്ടുകൊണ്ട് ഓടിക്കരച്ചുകൊണ്ട് വന്ന് എന്നെ ഈ സ്റ്റേജിൽ എൻ്റെ ഇതുപോലെയുള്ള പുസ്തക പ്രകാശന വേളയിൽ എന്നെ ആശംസകൾ അറിയിക്കാൻ മറക്കാതെ അവിടെ എത്തി. അതുകൊണ്ട് തന്നെ ഒരിക്കലും എനിക്ക് ഈ പരിപാടി ഒഴിവാക്കാൻ പറ്റിയില്ല. ഇന്ന് വരാൻ പറ്റുമെന്ന് വിചാരിച്ചതല്ല. എങ്കിലും ഇവിടെ വന്ന ഈ ഒരു വേദിയിൽ, പുസ്തക പ്രകാശന വേദിയിൽ സീതാലക്ഷ്മിയെ ആശംസിക്കാൻ ഉള്ളൊരവസരം ലഭിച്ചത് വളരെ അനുഗ്രഹമായി കരുതുന്നു. കാരണം അനുഗ്രഹീത കലാകാരി തന്നെയാണ്, സാഹിത്യകാരി തന്നെയാണ് സീതാലക്ഷ്മി. ഒരു 15 വർഷത്തെ ഒരു ദാമ്പത്യ പൂർത്തീകരണം നടക്കുന്ന ഈ ഒരു വേളയിൽ അവർ ദമ്പതികളെ, സീതാലക്ഷ്മി ശിവൻ ദമ്പതികളെ ആശീർവദിക്കാനും എല്ലാ ആശംസകളും അറിയിക്കാനും ഉള്ളൊരു അനുഗ്രഹം ഏറ്റവും എനിക്ക് ഇഷ്ടമുള്ള ഒരു കാര്യമാണത്. അതുകൊണ്ട് തന്നെ എല്ലാ അനുഗ്രഹങ്ങളും അറിയിക്കുന്നു. അതുപോലെ തന്നെ നമ്മള് ഏറ്റവും വലിയ പ്രതിഭാസമ്പന്നയായ ഒരു മകളെ ലഭിച്ചതിനും ഭാഗ്യവതി തന്നെയാണ് സീതാലക്ഷ്മി എന്ന് ആശംസിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ആ പുസ്തക പ്രകാശനത്തിന് ഒറ്റമരം എന്ന പുസ്തകം ഞാൻ മുഴുവനായിട്ട് വായിച്ചിട്ടില്ല. എങ്കിലും സീതാലക്ഷ്മിയുടെ കുറച്ച് കവിതകളും ഗ്രൂപ്പിലൂടെ നമ്മുടെ വാട്സപ്പ് കൂട്ടായ്മയിലൂടെ വായിക്കാനുള്ള ഒരു അവസരം ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു വേറിട്ട എഴുത്ത് എപ്പോഴും സീതാലക്ഷ്മിയിൽ നിന്ന് എപ്പോഴും നമുക്ക് ലഭിക്കാറുണ്ട്. അപ്പോൾ പുസ്തക പ്രകാശനം പറഞ്ഞതുപോലെ ഒറ്റമരം ഒരു മരം തന്നെയായി മാറട്ടെ. വേറിട്ട ഒരു എഴുത്താണെങ്കിലും അതൊരു വനത്തിലൂടെ, ഒരു കൂട്ടായ്മയിലൂടെയാണ് എപ്പോഴും നമുക്ക് നമ്മുടെ പൂർണ്ണമായിട്ടുള്ള ഒരു പ്രതിഭ പ്രകടമാക്കാനും അതുപോലെ കൂട്ടായ്മകൾ തന്നെയാണ് എപ്പോഴും നമുക്ക് ശക്തി നൽകുന്നത്. ഒരിക്കൽ കൂടി എല്ലാ ആശംസകളും അറിയിച്ചുകൊണ്ട് എല്ലാ ആശംസകളും സീതാലക്ഷ്മി ദമ്പതികൾക്കായി മോൾക്ക് ഇങ്ങനൊരു അവതാരകരായിട്ട് അച്ഛനും അമ്മയുടെയും ഒരു വിവാഹ വാർഷിക വേദിയിൽ അവതാരകയായി നൽകുന്ന മോളും എല്ലാ അനുഗ്രഹങ്ങളും ദീർഘായുസ്സും നൽകട്ടെന്ന് ആശംസിക്കുന്നു. വേദിയിലിരിക്കുന്ന വിശിഷ്ടാതികൾക്കും സദസ്സിലിരിക്കുന്ന എല്ലാ മാന്യവ്യക്തികൾക്കും നമസ്കാരം. എനിക്ക് ഈ കവിത എന്ന് പറഞ്ഞാൽ വളരെ ഇഷ്ടമാണ്. ഞാനൊരു നൃത്താധ്യാപികയാണ്. പൊതുവെ ഈ കല എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഒരു പ്രതീകമാണ്. നമ്മൾ സ്വയം പഠിച്ചിട്ടൊന്നും ഉള്ളൊരു കാര്യമല്ല. എൻ്റെ അച്ഛൻ്റെ അച്ഛൻ ഒരു കവിയായിരുന്നു, മാധവജി. ആ ഒരു ഇതുകൊണ്ട് എനിക്ക് വളരെ ഇഷ്ടമാണ് സീതാലക്ഷ്മിയുടെ പ്രത്യേക കവിതയെല്ലാം വായിക്കാൻ. ഇവിടെ ഈ സമയത്ത് എന്നെ വിളിച്ചതിന് വളരെ നന്ദി അറിയിക്കുന്നു. ശിവാനിക്കും അതുപോലെ
സീതാലക്ഷ്മിക്കും ശിവനും പ്രത്യേകം നന്ദി അറിയിച്ചുകൊണ്ട് നമസ്കാരം. വേദിയിലുള്ള വിശിഷ്ടവൃത്തികൾ, അതുപോലെ നല്ല സദസ്സിലുള്ള നമ്മുടെ നാട്ടുകാരെ, രക്ഷിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, നമ്മുടെ സീതയുടെ ശിവന്റെയും 15ാമത് വിവാഹ വാർഷികവും അതുപോലെ തന്നെ ഒറ്റമരം എന്ന ബുക്കിൻ്റെ പ്രകാശനവുമാണ് ഇന്നിപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അവർ ഒരു വിവാഹ ജീവിതത്തിൽ ഒരു 15 വർഷം പിന്നിടുമ്പോൾ അതിൽ പലതരത്തിലുള്ള ഇണക്കങ്ങളും പിണക്കങ്ങളും ഒത്തൊരുമിച്ചുകൊണ്ട് മുന്നേറിപ്പോയി ഇപ്പോൾ ഇന്ന് ഈ നിലയിലെത്തിയിരിക്കുന്നു. നമ്മൾക്ക് ഒരു ചെറിയൊരു പ്രശ്നങ്ങളിൽ ഇടപെടുമ്പോൾ അതല്ലെങ്കിൽ ചെറിയൊരു വിഷമത്തിൽ എന്തെങ്കിലും പിണക്കങ്ങൾ ഉണ്ടാവുമ്പോഴായിരിക്കും നമ്മുടെ സ്നേഹത്തിൻ്റെ ആഴം എന്താണെന്ന് രണ്ടുപേർക്കും തിരിച്ചറിയുക. അങ്ങനെയുള്ള ഒരു ജീവിതം ഇന്ന് 15 വർഷം തികഞ്ഞിരിക്കുകയാണ്. അതോടൊപ്പം ധാരാളം ബുക്കുകളും അതുപോലെ കവിതകളും രചിക്കുന്നുണ്ട്. അതെല്ലാം എല്ലാവരും വായിക്കണം. എനിക്കും കവിത, ടീച്ചർ പറഞ്ഞ പോലെ എനിക്കും കവിത ഒത്തിരി ഇഷ്ടമാണ്. അപ്പോൾ എല്ലാവരും ആ കവിത ബുക്കിനെയും അതുപോലെ തന്നെ ബുക്കുകളും വായിക്കാൻ തയ്യാറായി വരിക. അതോടൊപ്പം തന്നെ ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും, അവർക്ക് ഇനിയുള്ള ജീവിതത്തിലും എല്ലാ ആശംസകളും നേർന്നുകൊണ്ടും അതുപോലെ തന്നെ ശിവാനിക്കുട്ടിക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ശിവന്റെയും 15ാം വിവാഹ വാർഷികമാണ്. അതുകൊണ്ട് എല്ലാവരും എത്തിച്ചേർന്ന് അതിയായ സന്തോഷമുണ്ട്. അപ്പോൾ ഞാനെല്ലാ ആശീർവാദത്തോടുകൂടി കേക്ക് കൊടുക്കുകയാണ്. ഓക്കെ അല്ലേ? അമ്മമാരെ, ചേച്ചിമാരെ ചെയ്യട്ടെ. മാഷേ, ആ പട്ടിയെ ഒന്ന് സൂക്ഷിച്ചോ. തരം കിട്ടിയാൽ ചിലപ്പോൾ അതിനെയും കൊണ്ട് പൊടിപ്പിച്ചൊന്നിരിക്കും. പെണ്ണേ കണ്ണിൻ തുമ്പത്തെന്തേ എന്തോ തേടിപ്പോകുന്നെന്തേ, ഉള്ളം താനെ പാടുന്നെന്തേ, മെല്ലെ മെല്ലെ മൂളുന്നെന്തേ, മൃദുലമാ മധുരവും മധുകണം കരുതിയോ, ചിറകിലായുയരുവൻ പ്രണയമാം സലഭവും, മണിമുകിലു വരയണമാരിതിൽ നിറം പകരും നിലവുകളിൽ, മഴവിരലു തഴുകിയ വീണയിൽ ഉണരുമീണം നീ, നിഴലിനതിരിലായി മൊഴിയാലെ നിന്നെ അറിയവേ, പറഞ്ഞതെല്ലാം നിലവിൻ ലിപികളാൽ ഉയിരിന്റെ താളിൽ എഴുതി ഞാൻ, മിന്നാമിന്നി കണ്ണാളെ.
മധുരം തമ്പുരു ശ്രുതി മീട്ടി മാരുതനിരു കാതിൽ പെയ്യും പാട്ടിൻ പാൽ മധുരം മന്ദാരമാകെ മൂളുന്ന വണ്ടു ചുണ്ടോടേകും തേൻ മധുരം കൺപീലിയാകെ നീയാം കിനാവിൽ മഞ്ഞോർമയേകും നീർ മധുരം സ്വരജതികളിലൂടെ മനമറിയുകയായി മൗനാനുരാഗത്തിൻ തൂമധുരം കുങ്കുമ നിറ സൂര്യൻ ചന്ദനവേലാലെ മണ്ണിൽ തൂവും വെൺമധുരം ഗരി ഗരി സ നിധ മണി സ സ സഗരെ ഗ മാമ മണി ഗ മ ഗ മ ഗരെ സഗരെ ഗ സ സ ഗരെ നിധ നി സ സഗരെ ഗ മാമ മണി ധ മ മ ധ നി സ ധ നി സ രെ ഗ ഗ ഗ മ രെ സ ധ നി സ നി ധ ഗ മ ഗ മ ഗ മ ഗ മ ധ നി ധ മ ഗ മ ഗ മ ഗ മ ഗ മ ധ നി ധ മ ഗ മ നി മ നി നി സ ധ നി സ രെ ഗ മ രെ സ പ ഗ മ രെ സ ധ നി സ രെ ഗ മ രെ സ സ ഞാറ്റടി പാട്ടിൽ നീർത്ത താരാട്ടിൽ നാടിൻ നേരം മൊഴി മധുരം താനിരുന്നെങ്ങു നീരിടുമ്പോഴും ഉള്ളിൽ പൊള്ളും തേ മധുരം രാമഴയിൽ ഇടറി വീഴാ നാളം പോൽ പെൺമധുരം അഴലുകളുടെ ആഴം മറുകര നീന്താനായി എന്നാളും എന്നുള്ളിൽ മധുരം നീ ഉയിരേ നീനവിൻ ഉറവേ കുങ്കുമ നിറ സൂര്യൻ ചന്ദനവേലാലെ മണ്ണിൽ തൂവും വെൺമധുരം തമ്പുരു ശ്രുതി മീട്ടി മാരുതനിരു കാതിൽ പെയ്യും പാട്ടിൻ പാൽ മധുരം ചേമന്തിച്ചേലും കൊണ്ടേ മോഹിപ്പിക്കും പെണ്ണാണേ മണിവാനത്താരം പെണ്ണിൻ മെയ്യിൽ മിന്നാണേ താരമ്മൻ നിന്നെ കണ്ടാൽ അമ്പും വില്ലും വച്ചേനെ കതിരോനെ കണ്ണഞ്ചിക്കാൻ പോരും മച്ചാനേ നെഞ്ചോരം ഢോലുണ്ട് ചുണ്ടോരം ശീലുണ്ട് കണ്ടാലും കൂടുമ്പം കൊണ്ടാടണ്ടേ കൊണ്ടാട്ടച്ചേലാക്കാൻ നല്ലാട്ടക്കാരുണ്ട് കരനീളെ പന്തൽ കെട്ടി തപ്പും മുട്ടിച്ചെന്റെ കുട്ടി കാത്തിരിക്കും നേരം വന്നെ ചില്ലം ചില്ലാല കൊണ്ടെന്നുള്ളിൽ കുത്തും പെണ്ണാണേ ഒരു കൊട്ട സ്വപ്നം തന്നോരോമൽ മുത്താണേ ഞാൻ പണ്ട് കച്ചൻ കെട്ടി നിന്നെ കെട്ടാൻ നിപ്പാണേ പടിയോരം വെള്ളിപ്പല്ലക്കെത്തി തിന്നാണേ വീട്ടാരും കൂട്ടുണ്ട് നാട്ടാരും കൂടെയുണ്ട് ആശിച്ചോരെല്ലാരും കൂടിയിട്ടുണ്ടേ ആശപ്പും കൊട്ടാരം വിണ്ണോരം മുട്ടിയിലെ ചിങ്കാരപ്പട്ടും ചുറ്റിച്ചേലിൽ വട്ടപ്പൊട്ടും കുത്ത് പിന്നു കെട്ടിക്കൊണ്ടേ പോകാം ചില്ലം ചില്ലാര
മാനത്തെ മൈനെ നിൻ പേരെ കൊഞ്ചാറുള്ളൂ നീ എന്നൊരാളെ എൻ കണ്ണിൽ മിന്നാനുള്ളൂ ആകാശം വീശുന്നുണ്ട് മേഘത്തുവാല